വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പാത്രം ചൂടാക്കുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് ഒഴിക്കാം. ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഒരു 3 നിങ്ങൾക്ക് എരിക്കനുസരിച്ച് ഇടാം. ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതിട്ടു. 2 സവോള ചെറുതാണ്, അത് അരിഞ്ഞിട്ടതിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട്. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. എല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്നതായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്തു. ഇതിലേക്ക് നന്നായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന 2 പൊട്ടറ്റോ. നമ്മൾ പൊട്ടറ്റോ പൂരിക്കൊക്കെ സബ്ജി ഉണ്ടാക്കത്തില്ല, അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ട് ഗരം മസാല ആഡ് ചെയ്തിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിഞ്ഞ് വെച്ചിരിച്ച മല്ലിയില ആഡ് ചെയ്തു. മല്ലിയില ഓപ്ഷണൽ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട, പക്ഷെ മല്ലിയില ഇട്ട് കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരു കപ്പ് കടലമാവ്, അത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. അതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ട് കലക്കി വെക്കാം നല്ലതായിട്ട്. ദോശമാവിനേക്കാളും കുറച്ചും കൂടെയും അയവിലാണ് കലക്കുന്നത്. ഒരുപാട് കട്ടിയൊന്നും ആവണ്ട, കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. പാകം വേണ്ടില്ലോ, ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ്. ഒരല്പം, 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പാകമായി. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സബ്ജി ഉണ്ടല്ലോ, പൊട്ടറ്റോ മിക്സ്ചർ, അത് പനീറാണ് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പനീറുണ്ട്, ചീസുണ്ട്. അപ്പോൾ ഈ 3 ഫില്ലിങ്ങും വെച്ച് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് അത് കടലമാവിൽ മുക്കി വറുത്തെടുക്കുകയാണ് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടറ്റോ വെക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ഫില്ലിങ്ങും വെക്കാം. ഇങ്ങനെ മുക്കി കടലമാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാന്നേ ഉള്ളൂ. അതൊരു സാൻഡ്വിച്ച് പോലെ ആക്കി ഇത് നമ്മൾ കട്ട് ചെയ്യാം. ഇനി അടുത്തതിൽ ഞാൻ പൊട്ടറ്റോയുടെ മിക്സിൽ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പനീർ വയ്ക്കുകയാണ്. പനീർ ഞാൻ കനം കുറച്ച് അരിഞ്ഞതായിരുന്നു, വീണ്ടും വെച്ചു. എന്നിട്ട് ചീസ് വെച്ചും കൂടെ ഒരെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം 3 ഡിഫറെൻറ്റ് രീതിയിലാണ്. വേണേൽ നിങ്ങൾക്കത് വീണ്ടും ഒന്നും കൂടെ മുറിക്കാം. ഞാനത് ഒന്നും കൂടെ മുറിച്ച് ചെറുതാക്കി എടുത്തു. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചത് തിളയ്ക്കുമ്പോൾ, നല്ലതായിട്ട് ചൂടായെന്ന് ഞാൻ നോക്കുന്നത് എൻ്റെ ചോപ്സ്റ്റിക്ക് വെച്ചിട്ടാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് സാൻഡ്വിച്ച് പോലെ ആക്കി അതിലൂടെ ബ്രെഡ് ഇട്ട് നന്നായിട്ട് മുക്കിയെടുക്കണം. എടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് വറുത്തെടുക്കണം. ഇത് നല്ല ഫില്ലിങ്ങാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ബ്രെഡിൻ്റെ പകുതി കഴിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല വയറ് നിറയും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെ ലഞ്ച് പാക്ക് ചെയ്യാനോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. കണ്ടില്ലേ? സോ എല്ലാവരും ട്രൈ നോക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.